ബാക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടറിന്റെ പ്രഭാത വാർത്താ യാത്രയിലേക്ക് കോഫി വിത്ത് സുജയിലേക്ക് വീണ്ടും സ്വാഗതം. വയനാടിനായി കൈകോർക്കാം എന്ന സന്ദേശവുമായി എന്റെ കേരളം എന്നും സുന്ദരം എന്ന പേരിൽ സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിൻ. നമുക്കറിയാം, ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട്ടിലെ ടൂറിസം മേഖല പ്രതിസന്ധിയിലായിരുന്നു. ആ സമയത്ത് റീബിൽഡ് വയനാട് ക്യാമ്പയിനുമായി റിപ്പോർട്ടറാണ് ആദ്യം എത്തിയത്. ഇന്നിപ്പോൾ ഇൻഫ്ലുവേഴ്സ് മീറ്റ് ചേരുന്നുണ്ട് വയനാട്ടിൽ. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തത്സമയം ചേരുകയാണ് റിപ്പോർട്ടറിനൊപ്പം, നമ്മുടെ സ്വന്തം ടൂറിസം മന്ത്രി. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, സ്വാഗതം റിപ്പോർട്ടറിലേക്ക്. ഗുഡ് മോർണിംഗ് സുജയ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് വയനാടൻ വൈബ്? വയനാട്ടിൽ നിന്നല്ലേ ഇപ്പോൾ സംസാരിക്കുന്നത്? അതെ, ഞാൻ ഇന്നലെ മുതൽ വയനാട്ടിലുണ്ട്. വയനാട് ടൂറിസത്തെ കൈപിടിച്ചുയർത്താൻ എല്ലാവരും കൂടി കൂട്ടായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ വയനാട് ദുരന്തമെന്നാണ് അറിഞ്ഞോ അറിയാതെയോ ലോകത്താകെ പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ വയനാട്ടിലാകെ എന്തോ കുഴപ്പം എന്നൊരു ഫീലാണ് പൊതുവെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, വയനാട് ജില്ലയിൽ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇല്ല എന്ന് നമുക്കറിയാം. വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു 15 ടൂറിസ്റ്റ് കേന്ദ്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെയും ചൂരൽമലയുമായി ബന്ധപ്പെട്ട് എത്രയോ ദൂരമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രചരണം നടന്നതിന്റെ ഭാഗമായി വയനാട്ടിൽ എന്തോ കുഴപ്പമാണ്, അതുകൊണ്ട് വയനാട്ടിലേക്ക് പോകേണ്ടതില്ല എന്ന് കേരളത്തിന്റെ പുറത്ത് മറ്റ് സ്റ്റേറ്റിലുള്ളവരും വിദേശത്തുള്ളവരും ചിന്തിക്കുന്നൊരു സ്ഥിതി വന്നു. ചെറിയ നിലയിൽ റിസോർട്ടുകളുടെ ബുക്കിങ്ങിന്റെ എണ്ണം കുറഞ്ഞു വന്നു. പക്ഷേ അത് മറികടക്കാനാകും എന്ന് പൊതുവെ ഞങ്ങൾ കരുതുന്നു. വയനാട്ടിലെ സാധാരണ മനുഷ്യർ, തേൻനെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ ചെറുകിട കച്ചവടം നടത്തുന്നവർ മുതൽ റിസോർട്ട് നടത്തുന്നവർ വരെ ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ വയനാട് ടൂറിസത്തെ കൈപിടിച്ചു ഉയർത്തുക എന്നുള്ളത് വയനാട് ജനതയെ കൈപിടിച്ചു ഉയർത്തുന്നതിന് തുല്യമാണ്, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 4 മാസങ്ങൾ, 2024 ഈ 4 മാസങ്ങളിൽ കേരളത്തിന്റെ വയനാട് ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്താകെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഇന്ന് വിവിധ ഭാഗങ്ങളിലുള്ളവർ, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ വയനാട്ടിലുണ്ട്. ഞങ്ങൾ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. അവരൊക്കെ സഞ്ചരിക്കും. ഇതൊക്കെ ലോകത്തിനാകെ പരിചയപ്പെടുത്തും. വയനാട് ഈസ് സേഫ്. വയനാട് ജില്ലക്ക് ഒരു കുഴപ്പമില്ല. വയനാട് ടൂറിസം ലോകത്തെ തന്നെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഇടമാണ് എന്ന പ്രഖ്യാപനം കൂടിയാണിത്. ഇത് വലിയ മാറ്റം നമുക്കുണ്ടാക്കാനാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ ഇനി കേരളത്തിലേക്ക്, വയനാട്ടിലേക്കും കേരളത്തിലേക്കും കൊണ്ടുവരുന്ന പദ്ധതിയും ഈ 4 മാസത്തിനിടയിൽ നടത്താനാണ് തീരുമാനിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ, വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയവരൊക്കെ തന്നെ ഇന്ന് 3 മണിക്ക് ഇൻഫ്ലുവൻസേഴ്സ് സംഗമിക്കുകയാണ്. അതിൽ വയനാട് ടൂറിസത്തിന്റെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കാര്യങ്ങളും ആലോചിക്കും. അതിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം. റിപ്പോർട്ടർ ടിവിയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. വയനാട് ടൂറിസത്തെ കൈപിടിച്ചുയർത്താൻ വയനാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്താൻ നിങ്ങളും സഹായിക്കണം എന്ന് ഞാൻ ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ആ ഉരുൾപൊട്ടൽ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു 3 പഞ്ചായത്തുകളാണ് പ്രധാനമായും ദുരന്ത ബാധിതമായുള്ളത്. അത് മേപ്പാടി ഭാഗത്ത് വരുന്നതാണ്. അതിനപ്പുറത്തേക്ക്, അതായത് വയനാടിന്റെ ഒരു എൻട്രി പോയിന്റിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. അതിനപ്പുറത്തേക്കാണ് ബാക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം എന്നുള്ള അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ ഘടനയൊക്കെ പുറത്തിരിക്കുന്ന ആളുകൾക്ക് ഒറ്റപ്പേരിൽ ഒരു സ്ഥലം അറിയപ്പെടുന്നത് കൊണ്ടാകാം അറിയാതെ പോകുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം അതിനപ്പുറമോ അല്ലെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറമോ ഒക്കെയാണ് എന്നുള്ള കാര്യം കൂടി വിശദീകരിക്കുന്ന തരത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്, ഡെസ്റ്റിനേഷൻ ടൂറിസം എന്ന രീതിയിൽ അങ്ങനെയുള്ള പരിചയപ്പെടുത്തലുകളും ഉണ്ടാകുമോ? ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ കൂടി നമുക്ക് നടത്തിക്കൂടെ? ഡെസ്റ്റിനേഷനുകൾ പ്രധാനപ്പെട്ട, നമ്മളൊരു ലോക്കൽ ഫോർ വോക്കൽ എന്ന രീതിയിൽ. തീർച്ചയായിട്ടും അത് നല്ല സജഷനാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ സൂര്യോദയം മുതൽ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞു. വയനാടിന്റെ വിവിധ ഭാഗത്ത്, കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗത്തുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ വലിയൊരു നമ്പർ അവരിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. അവർ വിവിധ ഭാഗങ്ങളെ പകർത്തുകയാണ്. അത് പകർത്തി ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ഒത്തുകൂടും. ഇത് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വയനാട്ടിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലാകെ ഇത് പടർത്താനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ വിവിധ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകളെയും ഓൾറെഡി എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനുകളെയും ഇതുപോലെ ലോകത്തിന് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലാണ് വലിയ നിലയിൽ വയനാട് ഡിസാസ്റ്റർ എന്ന പ്രചരണം നടന്നത്. അത് വയനാട് ഈസ് സേഫ് എന്ന നിലയിൽ വിദേശത്തുള്ള പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയയിലുള്ളവരെ കേരളത്തേക്ക്, വയനാട്ടിലേക്കും കേരളത്തിലാകെയും
സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു പരിപാടിയും ഈ 4 മാസം ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലെയും ഇൻഫ്ലുവൻസേഴ്സിനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വയനാട് അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്ത് പരിചയപ്പെടുത്താനും ഈ 4 മാസം ഞങ്ങൾ ഉപയോഗിക്കും. നിങ്ങളും നിങ്ങളുടെ സാധ്യമാകുന്ന പരിപാടികൾ, വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമാണ്, വയനാട് ദുരന്തമല്ല എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയ ചാനൽ റിപ്പോർട്ടറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലായിടത്തും ഈ വയനാട് ദുരന്തം, വയനാട് ലാൻഡ്സ്ലൈഡ് എന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഈ പ്രദേശങ്ങളുടെ പേരുകൾ എടുത്തു പറയാമെന്ന് ഞങ്ങൾ എഡിറ്റോറിയൽ തീരുമാനമെടുക്കുകയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, ആ വാക്കുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പ്രദേശത്തെ ആകമാനം ഒരു ദുരന്തം അകപ്പെടുത്തി കഴിഞ്ഞു, അവിടെ ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നത് അവിടെ അധിവസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ തന്നെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. സഞ്ചാരികൾ എത്തുന്നതിനൊപ്പം തന്നെ അവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗമാണ് ഈ ടൂറിസം സ്പോട്ടുകൾ എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. ആ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് നമുക്ക് കേരളത്തിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും സാധിക്കും. ഇതിൽ നമ്മൾ കേരളത്തിലെ ഓരോ പൗരനും ഇത് ഏറ്റെടുക്കാൻ പറ്റിയാലുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരും ഇനി സോഷ്യൽ മീഡിയയിൽ ഇടപെടാത്ത മഹാഭൂരിപക്ഷം വരുന്നവരും അവരുടെ സാധ്യമാകുന്ന നിലയിൽ വയനാട് ടൂറിസത്തിന്റെ പ്രചാരകരാകാനും കേരള ടൂറിസത്തിന്റെ പ്രചാരകരാകാനും തയ്യാറായാൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാനാകും. ഇപ്പോൾ തന്നെ ആളുകൾ ഈ വയനാട്ടിലേക്ക് മെല്ലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് ഇനിയും ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതുപോലെ കേരളത്തിൽ ഓരോ പൗരനും അവർക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അപ്പോൾ സുജയ്ക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ആയിക്കൊള്ളണമെന്നില്ല എനിക്ക് കേരളത്തിൽ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തെ നിങ്ങൾ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം, ഇപ്പോൾ ടൂറിസം മന്ത്രിയായിട്ട് ഒരു പ്രത്യേക കേന്ദ്രത്തെ മാത്രം ഞാൻ പരിചയപ്പെടുന്നത് ശരിയല്ല. അപ്പം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഇതുപോലെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഇതൊക്കെ ഒരു കോമൺ ഹാഷ്ടാഗിലും ലോകത്തിലാകെ ഉള്ള സഞ്ചാരികൾക്ക് കാണാൻ സാധ്യമാകുന്ന നിലയിൽ പ്രചരിപ്പിക്കാനായാൽ വലിയ ചേഞ്ച് ഉണ്ടാക്കാനാകും. അതാണ് ഞങ്ങൾ ഈ 4 മാസം പ്രധാനമായി ശ്രമിക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അതിന് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2025 വർഷത്തിൽ അതിന്റെ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്ന് പ്രത്യാശിക്കുകയാണ്. നമുക്ക് അതിൽ ഒരു കാര്യം കൂടി ചെയ്യാൻ കഴിയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്. എനിക്ക് വയനാട് വലിയ ഇഷ്ടമാണ്. ഞാൻ വയനാട്ടിൽ കുടുംബത്തോടൊപ്പമൊക്കെ ഇടയ്ക്ക് പോകാറുള്ളതാണ്. കാലങ്ങളായി അവിടുത്തെ ഒരു തവണ കൊണ്ട് മുഴുവൻ കണ്ടു തീർക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഭാഗം പ്രത്യേകമായി തിരഞ്ഞെടുക്കുക, അങ്ങനെ ആ ഭാഗത്ത് മാത്രം പോവുക, അങ്ങനെയാണ് സാധാരണ യാത്രകളൊക്കെ പോകാറുള്ളത്. അതുപോലെ തന്നെ പലയിടങ്ങളിലും നമ്മൾ പോകുമ്പോൾ ആ സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ പലപ്പോഴും ആളുകൾക്കൊരു മടിയുണ്ടാകും. അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ള വീഡിയോസ് തയ്യാറാക്കുക. ഇന്നിപ്പോൾ വീഡിയോകളിലൂടെയാണല്ലോ, ഷോർട്ട് വീഡിയോസ്, റീൽസ്, അതിലൂടെയൊക്കെയാണല്ലോ കൂടുതലും ആളുകൾ കാണുന്നത്. അല്ലാതെ വലിയ ഡോക്യുമെന്ററികളെക്കാൾ കൂടുതൽ ഈ ചെറിയ ചിത്രങ്ങൾ, റീൽസിനാണ് ഇന്നിപ്പോൾ പുതിയ തലമുറയായാലും പുറത്തുള്ള ആളുകളായാലും അതൊക്കെ കണ്ടിട്ടാണ് ആകർഷകരാകുന്നതും ആ സ്ഥലത്തേക്ക് യാത്ര പോകാമെന്ന് തീരുമാനിക്കുന്നതും. അങ്ങനെയുള്ള റീൽസ് അത് ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അതായത് നമുക്ക് ഇപ്പോൾ അങ്ങ് തന്നെ യാത്ര പോകുന്ന സ്ഥലങ്ങളിലായാലും അങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് കൺവിൻസിങ് ആകില്ലേ, ഈ സ്ഥലത്ത് ഇത്രയും സൗകര്യങ്ങളുണ്ട്, ഈ സ്ഥലം ഇത്രയും മനോഹരമാണ് എന്നതൊക്കെ? തീർച്ചയായിട്ടും സുജയ, തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതിന് പറ്റും. ഞാനിപ്പോൾ ഇന്ന് രാവിലെ സൂര്യോദയം പകർത്തിയിട്ടുണ്ട്. എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഞാനൊരു ക്യാമറാമാനൊന്നുമല്ല, മികച്ച ക്യാമറാമാനൊന്നുമില്ല, പക്ഷേ മൊബൈലിലൂടെ സൂര്യോദയവും ബാണാസുരയുടെ മനോഹാരിതയും ഒക്കെ തന്നെ പകർത്തി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ശ്രമം തുടരാൻ നമ്മൾ ഓരോരുത്തരും തുടരണം. അത് വലിയ നിലയിൽ കേരളത്തിൻ്റെ ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ അറിയുന്ന സോ കോൾഡ് ഡെസ്റ്റിനേഷനുകൾക്ക് അപ്പുറത്തേക്ക് അറിയപ്പെടാതെ പോകുന്ന മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവിടേക്കൊക്കെ സഞ്ചാരികളെ എത്തിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അത്തരം അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകളെ നമുക്ക് പരിചയപ്പെടുത്താനായാൽ അത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. റിപ്പോർട്ടർ ടിവിക്ക് തന്നെ അത്തരമൊരു പരിപാടി ആലോചിക്കാവുന്നതാണ്. കേരളത്തിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി തീർച്ചയായും എന്റെ മനസ്സിലും ഇപ്പോൾ അത് തന്നെയാണ് വന്നത്. നമ്മൾ ചിന്തിച്ചത് ഒരേ കാര്യമാണെന്ന് തോന്നുന്നു. അതായത് ടൂറിസം വകുപ്പ് ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു ദൃശ്യമാധ്യമം എന്ന രീതിയിൽ കുറച്ചുകൂടി നന്നായി. ഇപ്പോൾ ചിത്രീകരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളൊക്കെ നല്ല കിടിലൻ ആളുകളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ രീതിയിൽ ആ കാഴ്ചകളൊക്കെ പകർത്തി നല്ല ദൃശ്യപ്പൊലിമയോടുകൂടി അതൊക്കെ അവതരിപ്പിക്കാം. ആ രീതിയിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ സെഗ്മെന്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും.
പരിപാടിയിലും നമ്മുടെ രാവിലത്തെ പ്രഭാത വാർത്താ പരിപാടിയിലും സായാഹ്ന വാർത്താ പരിപാടിയിലും ഒക്കെ അങ്ങനത്തെ ദൃശ്യങ്ങൾ കൂടുതലായി ഞങ്ങൾ കൊടുക്കാറുമുണ്ട്. നമുക്കപ്പോൾ അതിന്റെ സംവിധായകരുമായിട്ടൊക്കെ ഒന്ന് കൂടി ആലോചിച്ച് ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കാമെന്ന് തോന്നുന്നു മിനിസ്റ്റർ. താങ്ക് യു. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള ഓരോരുത്തരോടും ഒരു കടലാസിൽ കേരളത്തിലെ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ഏതെന്ന് എഴുതി തരാൻ പറയുക. അത് എഴുതിക്കൊണ്ട് ആ ടൂറിസ്റ്റ് കേന്ദ്രത്തെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തന്നെ വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുമ്പോൾ ഇതിലൂടെ ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ രക്ഷ നേടി പോകുന്നുണ്ട്. നമുക്ക് ആളുകളെ പല നിലയിൽ സഹായിക്കാം. അവരുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ച് സഹായിക്കാൻ പറ്റുന്നതാണ് അവരുടെ ആത്മവിശ്വാസത്തിനും അവരുടെ ആത്മാഭിമാനത്തിനും ഏറ്റവും നല്ലത്. ടൂറിസം വളർന്നാൽ തീർച്ചയായിട്ടും ഓരോ ചെറുകിട കച്ചവടക്കാർ മുതൽ സാധാരണ മനുഷ്യർക്ക് വരെ അവരുടെ ജീവിതത്തിൽ മാറ്റം കാണാൻ പറ്റും. കേരളത്തിൽ അതിന് അനന്ത സാധ്യതയുണ്ട്. അതിന് നമ്മൾ അക്കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക. ടൂറിസത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് പൊതുവേ കൈക്കൊള്ളേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഷയത്തിൽ ഓരോ നിലപാടുണ്ടാവും, ശക്തമായ നിലപാടുകൾ പറഞ്ഞു പോകാം. പക്ഷെ ടൂറിസത്തിന്റെ കാര്യം വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഇത്തരത്തിലൊരു കാര്യം ആലോചിക്കാൻ പറ്റിയാൽ അത് നാടിനോട് ചെയ്യുന്ന, നാട്ടിലെ സാധാരണ മനുഷ്യന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വയനാട്ടിലെ വ്യാപാരി സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു ആശങ്ക അതാണ്. കച്ചവടം ഒരുപാട് കുറയുന്നു. അതുപോലെ തന്നെ ഈ ഹോം സ്റ്റേകൾ, അങ്ങനെ പലതരത്തിൽ അവിടെ ഈ ടൂറിസം കൊണ്ട് ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഇടത്തരക്കാരും അതിൽ താഴെ വരുമാനമുള്ളതുമായ ആളുകളുണ്ട്. അതുപോലെ തന്നെ വൻകിട സ്ഥാപനങ്ങൾ നടത്തുന്നവരുമുണ്ട്. അതിൽ ഇടത്തരക്കാരും താഴെത്തട്ടിലുള്ള ആളുകളും ഓരോ മാസത്തെയും അവരുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. ആ വരുമാനം പെട്ടെന്ന് നിലച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 30-ാം തീയതി ഉരുൾപൊട്ടി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും 40-45 ദിവസം കഴിഞ്ഞു. ഇനിയും അവർക്ക് ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ വലിയ നഷ്ടമാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാവുക. അവർക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം വരും എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിന് റിപ്പോർട്ടറിന്റെ എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് മിനിസ്റ്റർ. താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എപ്പോഴെങ്കിലും ഒന്നിച്ചൊരു യാത്ര പോയി എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിനിലൂടെ ഉറപ്പായി തീർച്ചയായിട്ടും. അപ്പോൾ എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ നമുക്ക് എല്ലാവർക്കും കൂടി കൈകോർത്തുകൊണ്ട് കേരളത്തിന്റെ പ്രകൃതി രമണീയമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തി ലോകത്തിനാകെ നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കാനാകും. നമുക്ക് എല്ലാവർക്കും അതിന് ഒന്നിച്ചു നിൽക്കാം. തീർച്ചയായും എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ നമ്മൾ റിപ്പോർട്ടറിലൂടെയും ലോഞ്ച് ചെയ്യുകയാണ്. നമുക്ക് വയനാടിനായി കൈകോർക്കാം. വയനാടിന്റെ പ്രകൃതി ഭംഗി അത് പ്രേക്ഷകരിലേക്ക്, ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാം. എല്ലാവരും വരട്ടെ, നമ്മുടെ നാട് കാണട്ടെ, നമ്മുടെ നാട് വയനാട്. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ ഫോർ ജോയിനിങ് us. ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസാണ് നമുക്കൊപ്പം ചേർന്നത്. എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ ലോഞ്ച് ചെയ്യുകയാണ്. വയനാട് നമ്മൾ പോയി കണ്ടതാണ്. വയനാട്ടിൽ നമുക്ക് അവിടെ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് ഒരു ഭാഗത്താണ്. ആ ഭാഗം മാത്രമാണ് ആ ദുരന്തത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ ആ ഒരു മുഴുവൻ ജില്ലയും പ്രശ്നബാധിതമാണ് എന്ന് നമ്മൾ ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ വയനാട് ലാൻഡ്സ്ലൈഡ് എന്ന് ഉപയോഗിക്കുന്നവർ അത് തിരുത്താൻ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തിരികെ